അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മഷ്റൂമിനെ ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മുടെ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉരുട്ടിയെടുത്തിട്ട് 2 ഉരുളകളാക്കി മാറ്റിയെടുക്കുക. ഉരുളകൾ തന്നെയല്ലേ പറയുക. അതെന്തേലും ആവട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഉരുള നമുക്കൊരു എന്താ പറയുക, അഗ്നിപർവ്വത്തിൻ്റെയൊക്കെ പോലെയുള്ളൊരു ഷേപ്പാക്കി എടുക്കണം. എനിക്കിതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. കൈവച്ചിട്ട് ഇതുപോലെയുള്ളൊരു ഷേപ്പൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂമിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വ്രിങ്കിൾസ് ഒക്കെ വീടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെള്ളം വെച്ചിട്ടൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ചൊന്ന് അൺഈവനായി കിടക്കുമ്പോഴാണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തല ഉണ്ടാക്കാം. അതിനായിട്ട് ക്ലേ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് സെൻറ്റർ പോർഷൻ മാത്രം ഉള്ളിലേക്ക് ഇതുപോലെ അമർത്തി കൊടുക്കുക. സെൻറ്റർ പോർഷൻ മാത്രം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കുടയുടെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം വെച്ചിട്ട് റിങ്കിൾസ് വീണടിക്കൊക്കെ ഇതുപോലെ സ്മൂത്താക്കി കൊടുക്കുക. പിന്നെ ഈ ക്ലേ കൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ ബേസും തലയും ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ക്ലേ ഉരുട്ടി എടുത്തിട്ട് നമ്മുടെ ആ ജോയിൻ ആക്കിയ പാർട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോൾ രണ്ടും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് ബോഡി പാർട്ടും നമ്മുടെ തലയുമായിട്ട് ജോയിൻ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൈകൊണ്ട് സ്മൂത്താക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കെച്ച് പെൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കൈകൊണ്ട് പറ്റുമെങ്കിൽ കൈകൊണ്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ബ്രഷിൻ്റെ ബാക്ക് വശോ അല്ലെങ്കിൽ സ്കെച്ച് പെനോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്താക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻ്റൊക്കെ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മുകളിലത്തെ പാർട്ടിൽ നമുക്ക് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. 2 കോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ 2 കോട്ടൊന്നും കൊടുത്തിട്ടില്ല. ഒറ്റ കോട്ട് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടിയ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ 2 കോട്ടൊന്നും കൊടുത്തിട്ടില്ല. മുകളിലത്തെ പാർട്ട് നമ്മൾ സക്സസ്ഫുള്ളി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പാർട്ടിന് വേണ്ടിയിട്ട് ബ്ലൂവും റെഡും യെല്ലോവും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ബ്രൗൺ കളർ കിട്ടും. അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കളർ കിട്ടും. ഈ ഒരു ഷെയ്ഡ് നമുക്ക് താഴത്തെ പാർട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചധികം മെനക്കെടേണ്ടി വന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ഉണ്ട് എന്നാണെങ്കിൽ അതിനകത്ത് കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡിയും തലയും ഒക്കെ സക്സസ്ഫുള്ളി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡോട്ട്സ് ഇല്ലേ, വൈറ്റ് ഡോട്ട്സ് ചെയ്ത് കൊടുക്കണം. പോൾക്ക ഡോട്ട്സ് എന്ന് എന്തോ ആണ് ഇതിന് പറയാൻ തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ പോയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പോയിൻറ്റ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രഷിൻ്റെ ബാക്ക് വശമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാർണിഷൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും. അതില്ല എന്നാണെങ്കിൽ ക്ലിയർ നെയിൽ പോളിഷോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കുട്ടി മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണം.